വിധി തളർത്തിയ ഒരു ജീവിതം, 4 ചുവരുകൾക്കുള്ളിൽ വേദനയോടെ ഒടുങ്ങുന്ന സ്വപ്നങ്ങൾ. ഇത് കാട്ടാക്കട, വീരനഗാവ്, ലാങ്കാലക്കോണം, വടക്കിങ്കര വീട്ടിൽ താമസിക്കുന്ന നേശന്റെ അവസ്ഥയാണ്. ആഴ്ചയിൽ തന്നെ 2 ഡയാലിസിസ് ഒക്കെ വേണം. ഒരു മാസമാകുമ്പോഴത്തേനും നല്ല എമൗണ്ട് ആവുന്നുണ്ട്. പിന്നെ ഇവർക്ക് കുടുംബമൊന്നും വരുന്നങ്ങനെ ആരും ഇല്ല. സത്യം പറഞ്ഞ നാട്ടുകാരെ രീതിയിലാണ് ഇപ്പോഴും സത്യം പറഞ്ഞ സഹായിച്ച് ജീവിച്ചു പോകണം. 2 വൃക്കകളും തകരാറിലായി ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെയാണ് അദ്ദേഹം ഇന്ന് നടന്നു നീങ്ങുന്നത്. ഒരു രോഗിക്ക് ഏറ്റവും അത്യാവശ്യം ശുചിത്വമുള്ള സാഹചര്യമാണ്. എന്നാൽ ഇവിടെ അതൊരു സ്വപ്നം മാത്രമാണ്. വീടിന് പുറത്ത് മറ പോലുമില്ലാത്ത ഒരു ശൗചാലയം, ഷീറ്റും പലകയും കുത്തിച്ചാരി മറച്ചു വെച്ച ഈ സ്ഥലത്താണ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഈ രോഗിക്ക് പോകേണ്ടി വരുന്നത്. മഴ പെയ്താൽ കാറ്റടിച്ചെത്തിയിരുന്ന ഈ മറ ഈ മനുഷ്യന്റെ ഗതികേടിന്റെ ആഴം വ്യക്തമാക്കുന്നു. ആഹാരത്തിന് പോലും നിവർത്തിയില്ലാത്തൊരു കണ്ടീഷനാണ്. ഒരു അസുഖത്തിന്റെ പൈസ, ഈ ഡയാലിസിന്റെ പൈസ, ഈ നിത്യവൃത്തികളുടെ പൈസ, ഇതെല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കരമായ ഒരു ഇതാണ്. അത് ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതുപോലെ വലിയ പ്രായമുള്ളവരും, നല്ല പ്രായമാണെങ്കിൽ ശരി, ഇത്രയും ചെറുപ്പം നല്ല മേശരിപ്പണിയും കാര്യമൊക്കെ ആയിരുന്നു, അതെല്ലാം പോയി. ഇപ്പം ഒന്നും ചെയ്യാനും നിവർത്തിയില്ല, ജോലി ചെയ്യാനും നിവർത്തിയില്ല. അവർക്ക് ഈ ഭർത്താവിനെ വിട്ടിട്ട് വേറെ ജോലിക്ക് പോകാനും നിവർത്തിയില്ല. അങ്ങനെ 2 പേരുടെയും ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ നല്ല മനസ്സുള്ള ഒരാൾ വന്ന് വിളിച്ചവിടെ താമസിപ്പിച്ചതിനോട് മഴ നനയാതെ കിടക്കും. ഈ ദുരിതക്കയത്തിലും അദ്ദേഹത്തിന് താഴായി നിൽക്കുന്നത് പ്രിയപ്പെട്ട ഭാര്യയാണ്. തന്റെ ഭർത്താവിന്റെ മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ അവർ പണിക്ക് പോകുന്നു. വൈകുന്നേരം അവർ കൊണ്ടുവരുന്ന തുച്ഛമായ വരുമാനം വേണം വീട്ടു ചെലവിനും മരുന്നിനും തികയാൻ. സ്നേഹത്തിന്റെ കരുത്തിൽ അവർ പോരാടുകയാണ്. പക്ഷേ ആ പോരാട്ടം മാത്രം മതിയോ ഈ ജീവൻ നിലനിർത്താൻ? ആഹാരത്തിനാണ് വളരെ ബുദ്ധിമുട്ട്. ഇവർക്ക് ആഹാരം കൊടുക്കാൻ നിവർത്തിയില്ല. ഇന്ന് രാവിലെ ഒരു ചായ വേണം, അതെനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല. ഞാൻ ഒരു വീട്ടുകാരൊക്കെയാണ് ഞാൻ പോണത്. ഇവരെ അവസ്ഥ കൊണ്ട് എനിക്ക് പോകാനും പറ്റാത്ത അവസ്ഥയായി. കുടുംബനാഥൻ കിടപ്പിലായപ്പോൾ ഞാനാണ് ഇവിടം പോയി ജോലിക്കൊക്കെ പോയി അവർക്ക് ആഹാരം കൊടുക്കുന്നത്. തീരെ വയ്യാത്ത ദിവസം എനിക്ക് പോകാനും പറ്റൂല. ഉള്ള ഒരു വീട് ഇടിഞ്ഞു വിടുന്നു. ആകെപ്പാട് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ്. നല്ല കടമുണ്ട്. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയെങ്കിലും സഹായിക്കണം, ഞങ്ങൾക്ക് ആരുമില്ല സഹായിക്കാൻ. സുമനസ്സുകളുടെ കനിവ് തേടുകയാണ് ദൃശ്യം ന്യൂസിലൂടെ ഈ കുടുംബം. തുടർച്ചയായ ചികിത്സയ്ക്കുള്ള വഴി, നമ്മൾ നൽകുന്ന ഒരു ചെറിയ സഹായം പോലും ഇവർക്ക് വലിയൊരു ആശ്വാസമാകും. അന്നുള്ള അവർക്ക് ഒരുപടി ആഹാരം കഴിക്കേണ്ട സഹായം ഈ വീഡിയോ കാണുന്നതിലൂടെ എല്ലാവരും സഹായിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. സഹായിച്ചു കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷപ്പെടും. ഒരു ജീവൻ രക്ഷിക്കാൻ, ഒരു കുടുംബത്തെ കണ്ണയിൽ നിന്ന് കരകയറ്റാൻ നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം. മേച്ചിൽ പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ വന്നപ്പോൾ പിന്നെ എളുപ്പൂട്ട് വേദന, കാല് പൊട്ടുവേദന ഇങ്ങനെ ആയി. പിന്നീടാണ് ഷുഗർ ഇതെല്ലാം ബാധിച്ച് പിന്നെ ഒന്നും പണിക്കൊന്നും പോകാക്കൂല. അപ്പോൾ 4 കൊല്ലം കൊണ്ട് ഒരു പണിക്കും പോകാക്കൂല. ഡയാലിസിന് പോകുന്നതുകൊണ്ട് അടുത്തുള്ള ഒരു സുഹൃത്താണ് കൊണ്ടുപോകുന്നത്. അവർ കൊണ്ടുപോയി വരുന്നു. പിന്നെ എത്ര കാലം സഹായിക്കാമെന്ന് അവർക്ക് നമുക്കറിയാക്കൂല. അങ്ങനെ സഹായിച്ചാലേ നമുക്കുള്ളൂ. പൈസയ്ക്കൊന്നും നിവൃത്തിയില്ല. ആളുടെയൊക്കെ വളരെയൊക്കെ ചെറിയ സഹായങ്ങൾ കൊണ്ടൊക്കെയാണ് ഇതുവരെ പോയത്. ഇനിയൊന്നും ചെയ്യാൻ ഒരു അങ്ങറ്റം വരെ ആയി. മെഡിക്കൽ കോളേജിൽ 4 എണ്ണേ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ നിന്നാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് പ്രൈവറ്റിന് ചെയ്യുന്നത്. ഇപ്പോഴും വീട്ടിന് വെളിയിലുള്ളവരൊക്കെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത്. എന്നൊന്നും ആകുമ്പോൾ അവരെ കൊണ്ടും പറ്റില്ല. ഇനിയൊരു സഹായം നാട്ടിലൊരൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ സഹായിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആഹാരം കഴിക്കാനോ മരുന്ന് വാങ്ങിക്കാനോ ചെക്കപ്പ് ഉണ്ടിടയ്ക്ക്. ഈ സ്നേഹനിധികളായ ദമ്പതികളെ നമുക്ക് ചേർത്ത് പിടിക്കാം. ഈ അക്കൗണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്നത് എത്തിക്കുക. ദൃശ്യം ന്യൂസ്, കാട്ടാക്കട. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.